മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ലിൻഡു റോണി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ലിൻഡുവിന് വളരെയധികം സുപരിചിതമാണ്. എന്നാൽ ഇപ്പോൾ ലിൻഡുവിന് പറയാനുള്ളത് ഒരു വിഷമ വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം വിഷമം വരുന്ന ഒരു സങ്കട വാർത്ത. ലിൻഡുവിനെ കുഞ്ഞിന് വയ്യ എന്നും ആ കുഞ്ഞിന് ചില ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ടെന്നും ആദ്യമായി വീഡിയോയിൽ പറഞ്ഞത് ലിൻഡുവിൻ്റെ ആരാധകർ തന്നെയാണ്. അതിനുശേഷം തനിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ലിൻഡു എത്തുന്ന ഒരു വീഡിയോ കൂടി വൈറലാവുകയാണ്. ലിൻഡുവിൻ്റെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടതും എല്ലാവരും വളരെയധികം പേടിച്ചു തന്നെയാണ് ലിൻഡുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രയാസമായി എന്ന് പറയുന്നു. തനിക്ക് ഒരു മുഴയുണ്ട് എന്നും അത് ക്യാൻസർ ആണ് എന്നാണ് ആദ്യം ലിൻഡു പറഞ്ഞു തുടങ്ങുന്നത്. ഫെബ്രുവരിയോടെ തിരിച്ച് UK-യിൽ എത്തിയപ്പോൾ മുഴയുടെ വലിപ്പം വല്ലാതെ വർദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ബോൾ പോലെ ഉരുളുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് ലിൻഡു പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഡോക്ടറെ കണ്ടു. 10 ദിവസത്തേക്ക് മെഡിസിൻ എഴുതി. ആദ്യം പറഞ്ഞത് എന്തെങ്കിലും ഹോർമോൺ വ്യത്യാസം കൊണ്ട് സംഭവിച്ചതായിരിക്കും എന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെ കരുതിയിരുന്നു. 10 ദിവസത്തെ മെഡിസിനും എഴുതി. 10 ദിവസം മെഡിസിൻ എഴുതിയിട്ടും കുറവുണ്ടായിരുന്നില്ല. വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന സംശയം ഉള്ളതായി ഡോക്ടർ പറഞ്ഞു. NHS-ൽ അങ്ങനെയാണെന്നും ഒന്നും ഒളിച്ചു വെക്കുന്ന രീതിയിലല്ല ഡോക്ടർ പറഞ്ഞതെന്നും പറയുന്നുണ്ട്. എന്തു മുഖത്ത് നോക്കി പറയുന്ന ഡോക്ടറായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അത് കേട്ട നിമിഷം നമ്മളെല്ലാവരും തകർന്നുപോയി. ഞങ്ങളത് കേൾക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. NHS-ൽ അപ്പോയിൻമെന്റ് കിട്ടാൻ വൈകും. അതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. അവിടെയും എല്ലാം ആദ്യം മുതലേ ടെസ്റ്റ് ചെയ്തു തുടങ്ങും. അവസാനം സ്കാനിംഗ് ദിവസം വരുന്നു. ഇത്രയും വൈകി എനിക്ക് ലവിക്കുട്ടനെ തനിക്ക് ദൈവം തന്നത് എന്തിനാണെന്നുള്ള ക്രൂരത എന്നോട് തന്നെ എനിക്ക് തോന്നി. ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരന്റെ മരണത്തോടെ തന്നെ അച്ഛനും അമ്മയും ഒരുപാട് തകർന്നു പോയതാണ്. എനിക്ക് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ സഹിക്കും എന്നൊക്കെയാണ് സ്കാനിങ്ങിൽ കയറുന്നവരെ വരെ എൻ്റെ ചിന്ത എന്ന് ലിൻഡു പറയുന്നു. ലിൻഡുവിൻ്റെ ഓരോ വാക്കുകളും കേട്ട പ്രേക്ഷകർക്ക് അതായിരിക്കല്ലേ എന്നായിരുന്നു വീഡിയോയ്ക്ക് ചുറ്റും പറയാനുണ്ടായിരുന്നത്. അവസാനം ലിൻഡു തനിക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയായുമെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്ത് വന്നാലും നേരിടുന്നുവെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. സ്കാനിങ് റിസൾട്ട് വന്നു. ഭയപ്പെടാനൊന്നുമില്ലെന്ന ആശ്വാസമാണെന്ന് ഡോക്ടർ പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് മെഡിസിനിൽ അത് പോകുമെന്നും ഡോക്ടർ പറഞ്ഞു. എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് ലിൻഡു പറയുന്നു. NHS-ൽ ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കേട്ടതെല്ലാം പലർക്കും അടുത്തിടെ വന്ന ഇത്തരം അസുഖങ്ങളെക്കുറിച്ചാണ്. അത് ഉള്ളിലൊരു ഭയം കൊണ്ടുവന്നും ദൈവം കാത്തുവെന്നും ലിൻഡു പറയുന്നു. ലിൻഡുവിന്റെ ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവർക്കും വളരെയധികം പ്രചോദനമായി മാറിയതെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.